പാവയ്ക്ക അഥവാ ബിറ്റർ ഗാർഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വളരെ ആരോഗ്യഗുണമുള്ള വെജിറ്റബിൾ ആണിതെന്ന്. പക്ഷേ ചിലരെങ്കിലും ചോദിക്കും, ഈ കൈപ്പയ്ക്ക എങ്ങനെ കഴിക്കും? അതിനുള്ള ഉത്തരമാണ് ഈ കറി. ആരോഗ്യവും രുചിയും ഒന്നിച്ചിണങ്ങിയ ഈ നാടൻ വിഭവം തയ്യാറാക്കാനായി ആദ്യം നമ്മൾ എടുക്കേണ്ടത് പരിപ്പാണ്. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഒരു കപ്പ് പരിപ്പ് നന്നായി കഴുകി അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടിത് വേവിച്ചെടുക്കുക. പരിപ്പ് വേകുന്ന സമയത്ത് 2 പാവയ്ക്ക നീളത്തിലത് അരിഞ്ഞു വെക്കുക. അതിനുശേഷം ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം ഒരു സബോള അരിഞ്ഞത് കൂടെ ചേർക്കുക. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായും കൂടെ ഇടുക. രണ്ടും കൂടെ നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ വാളൻപുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. പാവയ്ക്ക ഇടയ്ക്ക് തുറന്നു നോക്കുക. അതിനുശേഷം ഇളക്കുക. ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും. അതിനുശേഷം ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് പാവയ്ക്ക അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. ഈ സമയം പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, മാറ്റി വെക്കുക. പാവയ്ക്ക വീണ്ടും തുറന്നു നോക്കുക. എല്ലാം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി, കൂടെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കുക. കുറച്ച് നേരം വഴറ്റുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയാണിത്. ഇനിയും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൊഴിക്കുക. കൂടെ പുളിവെള്ളവും. അതിനുശേഷം അവരവരുടെ താല്പര്യമനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കറിയുടെ കൺസിസ്റ്റൻസി ശരിയാക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കുക. വീണ്ടും 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുക. ഇപ്പോൾ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയം ഇതിനകത്തേക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കുക. പാവയ്ക്കായുടെ രുചിയും പുളിയുടെയും മസാലയുടെയും എല്ലാം സമൃദ്ധമായ രസവും കൂടി ചേർന്ന് ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ പാവയ്ക്കാക്കറി, പാവയ്ക്ക സാമ്പാർ ആർക്കും ഇഷ്ടമാകും. പാവയ്ക്കായുടെ കയ്പ്പ് ഈ കറിയിൽ അനുഭവപ്പെടത്തില്ല. അതുകൊണ്ട് കയ്പ്പ് പേടിച്ച് ഇനി പാവയ്ക്ക വാങ്ങാതിരിക്കരുത്. ചോറിനും ചപ്പാത്തിക്കും ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ ഈ ടേസ്റ്റി കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കറിയെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും സാമ്പാറിന് കയ്പ്പ് വരുമെന്ന് പേടിച്ച് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു. ഇന്ന് ധൈര്യപൂർവ്വം ഉണ്ടാക്കി. കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സാമ്പാർ. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ.